നവകേരള സദസ്സിന്റെ പേരിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മർദ്ദനമേറ്റിട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യുഡിഎഫ് മാർച്ചും ധർണയും നടത്തിയത്. നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുമലപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെറുവട്ടൂർ കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുൻപും കോതമംഗലത്തെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തിയവരാണ് ഈ പ്രതികളെന്നും ഇവരെ വെറുതെ വിട്ടാൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. യുഡിഎഫ് ചെയർമാൻ കെ.എം. കുഞ്ഞുബാവ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ റഹ്മാൻ പുൽപ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. ഷമീർ പനയ്ക്കൽ, ബാബു ഏലിയാസ്, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, എം.എസ്. എൽദോസ്, കെ.എം. ആസാദ്, സി.കെ. സത്യൻ, പി.എം. സക്കറിയ, നാസർ വട്ടേക്കാടൻ, ബേസിൽ പാറേക്കുടി, എൽദോസ് എൻ ഡാനിയൽ, ഫരീദ് പട്ടമാവുടി, ഒ.കെ. അലിയാർ, സി.വി. സൈനുദ്ദീൻ, സി.എം. മീരാൻ, പി.എം. ഷമീർ, പി.എ. ഷിഹാബ്, സുഗതൻ, വാസിഫ് ഷാഹുൽ, വിനോദ് കെ മേനോൻ, ടി.പി. ഷിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.